ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നാളെ 2ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ഉദ്ഗ്രന്ഥം 2ാം ദിവസമാണ്, അതായത് ഇൻ്റഗ്രേഷൻ ഡേ 2. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഡേ 1 നമ്മൾ 5 വരെയുള്ള ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് 5ൻ്റെ ശേഷമുള്ള 6ാമത്തെ പ്രവർത്തനം മുതൽ നോക്കി വെക്കാം. അപ്പോൾ ഇത് അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2022-23 വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കടക്കാം. അപ്പോൾ പ്രവർത്തനം 6, ചിണ്ടൻ്റെ പൂന്തോട്ടം. ചിണ്ടൻ ചുണ്ടലിയുടെ പൂന്തോട്ടത്തിൻ്റെ ചിത്രത്തിന് നിറം നൽകൂ. അപ്പോൾ താഴെ ഒരു പൂന്തോട്ടം തന്നിട്ടുണ്ട്. അത് ആരുടെയാണ്? ചിണ്ടൻ ചുണ്ടലിയുടെയാണ്. അപ്പോൾ ആ പൂന്തോട്ടത്തിന് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് അതിന് നിറം കൊടുക്കുക. ചിത്രത്തിൽ നടുവിൽ കാണുന്ന ഒരു വിശേഷപ്പെട്ട പൂവാണ്. ചിത്രത്തിൻ്റെ നടുവിൽ കാണുന്ന ഒരു പൂവുണ്ട്. ആ പൂവ് എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു പൂവാണ്. അപ്പോൾ അതിന് ചുവപ്പ് നിറം നൽകാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ചുവപ്പ് നിറം നൽകുക. ഓക്കെ, അപ്പോൾ ആ തന്നിരിക്കുന്ന ചിത്രത്തിന് മനോഹരമായിട്ട് നിറം കൊടുക്കുക. പൂന്തോട്ടത്തിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കൂ. അപ്പോൾ ഈ പൂന്തോട്ടത്തിൽ നമ്മൾ എന്തൊക്കെ കാഴ്ചകൾ കണ്ട് അതൊക്കെ എഴുതിയിട്ട് നമുക്കൊരു വിവരണം തയ്യാറാക്കണം. വിവരണത്തിൽ കുറഞ്ഞത് 5 വാക്യങ്ങളെങ്കിലും വേണം. ഓക്കെ, അപ്പോൾ നമുക്കത് തയ്യാറാക്കി നോക്കാം. നല്ല ഭംഗിയുള്ള പൂന്തോട്ടമാണ് ചുണ്ടൻ എലിയുടേത്. പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളുണ്ട്. പക്ഷികൾ പാറിപ്പറക്കുന്നു. ഒരുപാട് ഭംഗിയുള്ള പൂവുകൾ ഈ തോട്ടത്തിലുണ്ട്. ചുറ്റും വേലി കെട്ടിയിട്ടുള്ള ഒരു മനോഹരമായ തോട്ടമാണ് ചുണ്ടൻ എലിയുടേത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ആ തോട്ടത്തിനെ കുറിച്ച്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കി നോക്കാം. പ്രവർത്തനം 7, പൂന്തോട്ടത്തിലെ കൂട്ടുകാർ. ചിണ്ടൻ്റെ പൂന്തോട്ടത്തിലെ കൂട്ടുകാരെ നോക്കി നീതുവും കൂട്ടുകാരും പാടുന്നത് നോക്കൂ. വരികൾ കൂട്ടിച്ചേർത്ത് പാടാം. അപ്പോൾ എന്താണ്? നമുക്ക് വരികൾ കൂട്ടിച്ചേർക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കൂട്ടിച്ചേർത്ത് നോക്കാം. അതിന് മുമ്പ് നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. പൂന്തോട്ടത്തിൽ പാടുന്ന കുറുകുറു പാടി പാറുന്ന വെള്ളക്കുപ്പായക്കാര കൂടെ ഞാനും പോന്നോട്ടെ. ഓക്കെ, ഇനി അടുത്തത് പൂന്തോട്ടത്തിൽ പാടുന്ന കൂക്കു പാടി പാറുന്ന എന്നവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചേർക്കാം? നീലക്കുപ്പായക്കാര കൂടെ ഞാനും പോന്നോട്ടെ. അപ്പോൾ കൂക്കു നമുക്ക് അവരൊരു ഹിൻഡ് പോലെ, ഒരു ക്ലൂ പോലെ തന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം നീലക്കുപ്പായക്കാര കൂടെ ഞാനും പോന്നോട്ടെ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാം? പൂന്തോട്ടത്തിൽ പാടുന്ന കിയോം കിയോം പാടിപ്പാറുന്ന മഞ്ഞക്കുപ്പായക്കാര കൂടെ ഞാനും പോന്നോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. അടുത്ത പ്രവർത്തനം 8, പൂന്തോട്ടം നിർമ്മിക്കാം. അപ്പോൾ പൂന്തോട്ടം നിർമ്മിക്കാനുള്ള ഒരു പ്രവർത്തനമാണ്. സ്കൂളിൽ തോട്ടം ഒരുക്കണം. നീതുവും കൂട്ടുകാരും തോട്ടത്തിലേക്ക് വേണ്ടുന്ന ചെടികളുടെ ലിസ്റ്റ് തയ്യാറാക്കി. അപ്പോൾ എന്തൊക്കെ വേണം? ചീര, ചേന, മുല്ല, ചെമ്പരത്തി, ചേമ്പ്, റോസ്, മരച്ചീനി, പയറ്, മത്തൻ, കരിമ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ലിസ്റ്റിലുള്ളത്. ചെടികളെ പട്ടികപ്പെടുത്തു. അപ്പോൾ 1 വിത്ത് മുളച്ച് എന്നവർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കിഴങ്ങിലൂടെയും തണ്ടിലൂടെയും എഴുതാം. അപ്പോൾ വിത്ത് മുളച്ചതിൽ എന്തൊക്കെ വരും? ചീര, കുമ്പളം, മത്തനൊക്കെ വരും. ദെൻ കിഴങ്ങിലൂടെ ചേന, മരച്ചീനി, തണ്ടിലൂടെ നമുക്ക് ചെമ്പരത്തി, റോസ്, മുല്ല ഇതൊക്കെ വരും. ഓക്കെ, ഇനി ഇല മുളച്ചുണ്ടാകുന്ന ഒരു ചെടിയുടെ പേര് എഴുതുക. അപ്പോൾ ഇല മുളച്ചുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ചെടിയുടെ പേര് എഴുതുക. ഇല മുളച്ചി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താന്ന് നോക്കി നോക്കാം. പ്രവർത്തനം 9, അടുത്തതേത്. വിട്ടുപോയ സ്ഥലങ്ങളിൽ സംഖ്യകൾ കണ്ടെത്തി എഴുതൂ. അപ്പോൾ ആദ്യം 100, പിന്നെ 101 അല്ല, അതിന് പകരം 102 ആണ്, പിന്നെ 104, പിന്നെ എന്തോ ആണ്. അപ്പം പിന്നെ എന്ത് വരും? 104 കഴിഞ്ഞാൽ 105 എഴുതണ്ട, 106, അത് കഴിഞ്ഞാൽ 108, പിന്നെ 110, 112, 114. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതാം. ഇനി അടുത്തത് എന്താ? 17 കഴിഞ്ഞാൽ 20 ആണ്. അപ്പോൾ 18, 19 രണ്ടെണ്ണം നമ്മൾ വിട്ടു, എന്നിട്ട് നമ്മൾ 20 എഴുതി. അപ്പോൾ 20 കഴിഞ്ഞാൽ 21 എഴുതണ്ട, 22 എഴുതണ്ട, പിന്നെ 23.
പിന്നെ 23 കഴിഞ്ഞാൽ 24 വേണ്ട, 25 വേണ്ട, 26. ദെൻ 26 കഴിഞ്ഞാൽ 27 വേണ്ട, 28 വേണ്ട, 29. 29 കഴിഞ്ഞാൽ 30 വേണ്ട, 31 വേണ്ട, 32. 32 കഴിഞ്ഞാൽ 33 വേണ്ട, 34 വേണ്ട, 35. അപ്പോൾ 35 അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ എഴുതിയത് ശരിയാണ്. ഇനി 35 കഴിഞ്ഞാൽ 36 വേണ്ട, 37 വേണ്ട, 38. ഓക്കെ, ഇനി അടുത്തത് എന്താ? 40, 36, 33. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 36 40 എത്ര കുറച്ചാലാണ് നമുക്ക് 36 കിട്ടുക? 40 - 36 4 കുറച്ചാലാണ്. അപ്പോൾ 4 വെച്ച് കുറച്ചിട്ട് നമുക്ക് ബാക്കി എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ പിന്നെയും 36 ഒരു 4 കുറച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 32. അപ്പോൾ ഇനി 32 പിന്നെയും നമുക്കൊരു 4 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 28. ഓക്കെ, ഇനി 28 നമ്മൾ 4 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 24 കിട്ടും. ദെൻ 24 4 കുറച്ചാൽ പിന്നെ നമുക്ക് 20 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, ഞാൻ ഉണ്ടാക്കിയ സംഖ്യാ പാറ്റേൺ. അപ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും സംഖ്യാ പാറ്റേൺ നമ്മളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5, 10, 15, 20, 25, 30 അങ്ങനെ 5 വെച്ച് കൂടുന്ന പാറ്റേൺ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 10 നോക്കാം. ലാസ്റ്റത്തെ പ്രവർത്തനം, തിന്നാം നീതുവും കൂട്ടുകാരും പാട്ടുപാടി കളിക്കുകയാണ്. ചീരയില തിന്നാം വാഴയില തിന്നാം ചേ. ഇലകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എഴുതൂ. അപ്പോൾ ഇലകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എഴുതാനാണ്. അപ്പോൾ ഒന്ന് വാഴയില കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാനാണ്. അപ്പോൾ ബാക്കി നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ വാഴയില ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ ഇലയട ഉണ്ടാക്കാനും ഉപയോഗിക്കാം. ദെൻ ഓല മെടയാൻ അതുപോലെ തന്നെ കത്തിക്കാനൊക്കെ ഉപയോഗിക്കാം. ചീര നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കും. ദെൻ തുളസി ഇല അസുഖങ്ങൾക്കും അതുപോലെ തന്നെ തലയിൽ ചൂടാനും പറ്റും. ഓക്കെ, പട്ടികയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓരോ സസ്യങ്ങൾക്കും അതിൻ്റേതായ പ്രയോജനങ്ങൾ ഉണ്ട്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഇൻ്റഗ്രേഷൻ ഡേ 2 ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം കൂട്ടുകാർ എക്സാമിന് പോവുക. ഇതേ പാറ്റേൺ തന്നെയായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.